നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലേ? അപ്പോൾ അന്ന് നടന്ന ചില സംഭവങ്ങളൊക്കെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് കണക്ട് ചെയ്ത് നമ്മൾ പഴയ കാര്യങ്ങളിലേക്കൊക്കെ എത്താറുണ്ടല്ലേ? അപ്പോൾ ചില കാര്യങ്ങളൊക്കെ സന്തോഷം നിറഞ്ഞതായിരിക്കും, ചില കാര്യങ്ങളൊക്കെ സങ്കടവുമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെയുള്ള ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. എൻ്റെ അടുക്കളയിലുള്ള ജോലികളൊക്കെയാണ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോറും കറിയും വെക്കുന്നതും മിറ്റമടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനത് പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്, ഇപ്പോൾ അരി കഴുകുകയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് കഴുകുവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചെറിയ കാര്യം മനസ്സിലേക്ക് വന്നപ്പോൾ അത് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഭയങ്കര ഇടിയോട് കൂടിയ മഴയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുത്തത് രാവിലെയാണ്. അപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടല്ലോ ഉച്ചയായപ്പോഴത്തേക്കും വലിയൊരു ഇടിവെട്ടി. അപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ നാട്ടിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. ഓർക്കാനായിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലെങ്കിൽ പോലും അത് മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ തള്ളിക്കയറി വരും. അപ്പോൾ അതൊന്ന് പറയാനായിട്ടും കൂടെ വേണ്ടിയിട്ടാണ്. ഇടിയും മഴയും ഒക്കെ നമ്മൾ എത്രമാത്രം കരുതണമെന്നും ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു ഇടി വെട്ടി. പിന്നെ അങ്ങ് നടന്നത് നമുക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ആ നാട്ടിലുണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ചിന് ഭയങ്കരമായിട്ട് ഇടിമിന്നലേറ്റു. അവൾ ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ നിൽക്കുമായിരുന്നു. പൈപ്പ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടന് ഇടിവെട്ടേറ്റിട്ട് നെഞ്ചിന് വേദനയുണ്ടായി. രണ്ടുപേരെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ചേട്ടന് ഒരാഴ്ചക്കകം വീട്ടിലേക്ക് തിരിച്ചെത്തി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീടുണ്ടല്ലോ ഈ കുഞ്ഞുണ്ടല്ലോ കുറേ മാസങ്ങളെടുത്തു കേട്ടോ അതൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. ശരീരം നിറച്ച് പൊള്ളലേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് അവരുടെ അനുവാദത്തോടെയൊന്നും അല്ല, എങ്കിലും നമ്മൾ അവരെ കാണാറ് പോലും ഇല്ല കേട്ടോ. ഇപ്പോൾ നാട്ടിലായിരുന്നുവെങ്കിലും ഇപ്പം കാണാറൊന്നുമില്ല അങ്ങനെ. എന്നോ ഒരു ദിവസം ടൗണിൽ വെച്ച് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ എന്നെ കല്യാണമൊക്കെ കഴിച്ച് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ആയിട്ട് കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കേരളത്തിന് വെളിയിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവിതവും കാര്യമൊന്നും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നല്ലതായിട്ടിരിക്കുന്നു എന്തായാലും. എന്നായാലും ആ മോള് അവരുടെ കാരണന്മാർ ചെയ്ത സുഹൃതം കൊണ്ടായിരിക്കും രക്ഷപ്പെട്ടു പോന്നു. മാസങ്ങൾ തന്നെ എടുത്തു, എങ്കിൽ പോലും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു ഇപ്പോൾ എന്ന് തന്നെ വേണം വിശ്വസിക്കാനായിട്ട്. കാണുന്നില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്ന പലരും ഉണ്ടായിരുന്നു കേട്ടോ, കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് അങ്ങനെ. പക്ഷേ ആരുമായിട്ടും നമ്മളിപ്പോൾ അങ്ങനെ കാണുന്നില്ല. ചിലരൊക്കെ നാട്ടിൽ നിന്ന് പോയവരുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് ജീവിച്ച ആൾക്കാരാണ്. എത്രയോ വർഷങ്ങളായിട്ട് അവരെയൊന്നും കാണുന്നു പോലുമില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ദുഃഖകരമായ കാര്യങ്ങളും ഉണ്ട്, സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട് കുട്ടിക്കാലത്തൊക്കെ ഓർക്കാനായിട്ട്. ശരിക്കും ഇടിയും മിന്നലും മഴയുമൊക്കെ നമ്മൾ എത്രമാത്രം കരുതണമെന്നും കൂടി ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ്. പക്ഷേ നമുക്ക് എത്ര ഓർത്താലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എങ്കിലും ഞാനിത് മനസ്സിൽ തോന്നിയപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം പറഞ്ഞാൽ ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു. ഇപ്പോഴൊന്നും ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കണക്ഷനും ഇല്ലാതെയാണ് ജീവിക്കുന്നത് അല്ലേ. അയൽപക്കം തമ്മിലോ ബന്ധുക്കാർ തമ്മിലോ ഒന്നും, എല്ലാവർക്കും ജീവിതത്തിൽ ഭയങ്കര തിരക്കാണ്. പണ്ടൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. എല്ലാവരും തമ്മിൽ എത്ര സ്നേഹമായിരുന്നു. എല്ലാവരും ഒരേ കുടുംബം പോലെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരുമായിട്ട് പോലും ഒരു കണക്ഷനും ഇല്ല. ചിലരൊക്കെ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ആ നാട്ടിൽ നിന്നൊക്കെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഒരുപോലെ ഒരു കുടുംബം പോലെ ഒരു പാത്രത്തിൽ നിന്ന് പോലും കഴിച്ച് അതുപോലെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഞാൻ കാണാറ് പോലുമില്ല. എങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ അത് കണക്ട് ചെയ്ത് ചിന്തിച്ചിട്ട് അവരെയൊക്കെ അങ്ങനെ ഓർക്കാറുണ്ട്. എൻ്റെ നാട്ടിൻപുറത്തെ ജീവിതവും കാര്യവും പഴയ കുട്ടിക്കാലമൊക്കെ ഓർക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. അതുപോലൊരു ജീവിതമൊന്നും എന്തായാലും ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടണില്ല എന്നുള്ള വിവരം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും തന്നെ എല്ലാവരുടെ കയ്യിൽ കാണും ഒരു ഫോണ്. ചെറിയൊരു കുട്ടിയുടെ കയ്യിൽ മുതൽ ഫോണാണുള്ളത്. അപ്പോൾ അവർ ആ ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയല്ല. ഓടി ചാടി നടന്ന് കളിച്ച് മഴ നനഞ്ഞും
കണ്ടം വരുമ്പത്തോടു കൂടിയും അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്. ഭയങ്കര അപ്പം ഇതൊക്കെ പറയുമ്പോൾ തന്നെ സന്തോഷമാണ് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ സംസാരിക്കുന്നതാണ് നല്ലതെന്ന്. ആ, അല്ലാതെ പിന്നെ നമ്മൾ പാചകം ചെയ്യുവാണെങ്കിൽ വലിയ റെസിപ്പി നാട്ടിൻപുറത്ത് നമ്മുടെ സാധാരണയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ റെസിപ്പി ആയിട്ടൊന്നും പറഞ്ഞു തരാനായിട്ടില്ല. എന്നും ഉണ്ടാക്കുന്നത് പോലെ അപ്പം, മുട്ടക്കറി, അല്ലെ ദോശ, ചമ്മന്തി, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ചോറ് വയ്ക്കുന്നു, ചോറിനൊക്കെ എന്തെങ്കിലും കറി വയ്ക്കുന്നു. അതൊക്കെ വലിയ റെസിപ്പി ആയിട്ടൊന്നും ആണെങ്കിലും പറഞ്ഞ് വിവരണം നടത്താനായിട്ടില്ല. പിന്നെ നമ്മൾ ചില ദിവസം സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയാണല്ലോ പറയാനുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെയല്ല, സാധാരണ രീതിയിൽ എന്നത്തെയും തിരക്ക് പിടിച്ച രീതിയിലുള്ള ഭക്ഷണങ്ങൾ. അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സംസാരിക്കുവാണെങ്കിൽ വ്ളോഗ് ഒന്നും പറയാതെ നമ്മൾ എടുക്കുന്നതിനെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ തോന്നുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ.